ഞാനിപ്പോൾ നിൽക്കുന്നത് മാവൂർ റൂട്ടിലുള്ള ഹൈടെക് മെഡിസിറ്റിക്ക് മുമ്പിലാണ്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ആഹാ, അടിപൊളി. നമസ്കാരം. അമ്പോ, ഇന്ന് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഹാപ്പിയോ? ഞാൻ നല്ല പരിചയം തോന്നുന്നല്ലോ. എന്താ എവിടെയോ നല്ല പരിചയം, എവിടെയൊക്കെ എന്താ. ഇതാണ് ഹൈടെക് മെഡിസിറ്റി. ഇനി ഇവിടെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് ഈ മെഡിസിറ്റിയുടെ പ്രത്യേകതകളൊന്നും ഫെസിലിറ്റികളൊന്നും നമുക്ക് ഇവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് മെഡിസിറ്റി. അവർ സർവീസസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കാം. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് എബിലിറ്റി സ്കൂൾ, ഫിസിയോളജി, ബിഹേവിയേഴ്സ് തെറാപ്പി, ബാക്കി എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റികൾ. പേരെന്താ? അഞ്ജന, ഡോക്ടർ അഞ്ജന, ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ്. അനഘ, ഫാർമസി. ഹനിയ, സ്പീച്ച് തെറപ്പിസ്റ്റ്. ഫാത്തിമ, ഫിസിയോതെറാപ്പിസ്റ്റ്. വിജിന. ഫാത്തിമ, ആരോ ഡോക്ടർ. രജിത്ര, ഫിസിയോതെറാപ്പിസ്റ്റ്. അഞ്ജലി, ഫിസിയോതെറാപ്പിസ്റ്റ്. യദുകൃഷ്ണൻ, ഫിസിയോതെറാപ്പിസ്റ്റ്. ഡോക്ടർ മേഘ്ന, ആയുർവേദ ഡിപ്പാർട്ട്മെന്റ്. ഡോക്ടർ ഹേമന്ത്, ഞാൻ മെഡിക്കൽ ഓഫീസറാണ്. എൻ്റെ പേര് അർജുൻ, സൂപ്പർവൈസറാണ്. എൻ്റെ പേര് സുധീഷ്, ആയുർവേദ നേഴ്സിംഗ്. എൻ്റെ പേര് സുമേഷ്, ഞാൻ ആയുർവേദ തെറാപ്പിസ്റ്റാണ്. അങ്ങനെ നമ്മളോടൊപ്പം സ്റ്റാഫും ഉണ്ട്, ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. നമുക്ക് ഡോക്ടറോട് കുറച്ച് വിശേഷം ചോദിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഓണം പകുതി വഴിയിലാണ്. ഞാൻ വന്നപ്പോൾ ഓണം മുഴുവനായില്ലേ? ഡോക്ടറെ, ഇവിടുത്തെ ഫെസിലിറ്റികൾ എന്തൊക്കെയാണ്? ആയുർവേദം സെക്ഷൻ അല്ലേ നിങ്ങൾ? നമുക്ക് ആയുർവേദ സെക്ഷൻ ഉണ്ട് ഇവിടെ. അതേപോലെ ഫിസിയോതെറാപ്പി, നാച്ചുറോപ്പതി, ഡെന്റൽ, അങ്ങനെ എല്ലാ സെഷൻസും ഉണ്ട് നമുക്കിവിടെ. നമുക്കിവിടെ പേഷ്യൻസ് ഒക്കെ നമുക്ക് കൂടുതലും അറബ് പേഷ്യൻസ് ആണ്. അതെ, നമ്മൾ ലോക്കൽ പേഷ്യൻസും ഉണ്ട്. ലൈക്ക് മലപ്പുറം ആ സൈഡിൽ നിന്നൊക്കെ പേഷ്യൻസ്. നമുക്ക് എല്ലാ ഡേയ്സും വർക്കിംഗ് ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും. ഡോക്ടറല്ലേ? നല്ല വിശേഷം. ഓണം ഇതുവരെ എത്തിയിരിക്കുന്നു. നമ്മൾ വളരെ ലഘുവായിട്ടുള്ള പരിപാടി മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്താ, അങ്ങനെ പോകുന്നു. ഉഷാർ. ബിസി ആയിരിക്കും? ഇല്ല, ഇല്ല. ഇവിടെ ഒരു ഡോക്ടർ. എൻ്റെ പേര് ഡോക്ടർ അഞ്ജന, ഡെന്റൽ. ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പം ഡെന്റലിന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രേക്ഷകർക്കൊക്കെ നിരതെറ്റിയ പല്ലുകളൊക്കെ റെഡിയാക്കി നേരെ തെറ്റിയ പല്ലുകളായാലും പല്ലിന് ഇതേപോലെ കേട് ഉണ്ടാവില്ല, അത് അടച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടെ ചെയ്യുന്നുണ്ട്. ബ്ലീച്ചിങ്, ക്ലീനിങ്, എല്ലാ രീതിയിലും. ഓണത്തിൻ്റെ പ്രത്യേക പരിപാടികൾ എന്തൊക്കെയാണ്? നമ്മളിവിടെ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ലഘുവായിട്ടാണ്. ഇപ്പോൾ വയനാടിൻ്റെ ഇഷ്യൂ ഒക്കെ കാരണം നമ്മൾ വളരെ ലളിതമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഓണപരിപാടി നടത്തുന്നത്. നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഓണസദ്യ ഉണ്ണും, അതന്നെ വലിയ കാര്യമാണ്. പൂക്കളൊക്കെ ഇന്ന് രാവിലെ മുതൽ എല്ലാവരും കൂടി? അതെ, നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് പൂക്കളൊക്കെ ഇട്ടത്. എവിടെ സ്വന്തം നാട്? കോഴിക്കോട് തന്നെ. ഇവിടെ തന്നെ. അപ്പോൾ പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. ഓണാശംസകൾ. ഓക്കെ. അങ്ങനെ ഇവിടെ ഓണത്തിൻ്റെ സദ്യകളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. നോക്കാം, അവർ കഴിച്ചു തുടങ്ങിയിട്ടില്ല. ഏതായാലും പായസം, എനിക്കൊരു പായസം കിട്ടിയിരിക്കുന്നു. ഓണസദ്യ കഴിക്കല്ലേ? കഴിക്കാം, തുടങ്ങിക്കോ. ചോറ് വിളമ്പിക്കൊടുക്ക് എല്ലാവർക്കും. ഈ ഓണസദ്യ ഇപ്രാവശ്യം ഇവരോടൊപ്പമാണ്. എന്തായാലും ഇവിടെ വരാനും ഇവരെയൊക്കെ പരിചയപ്പെടാനും പറ്റിയത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.